നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ തന്നെ മഹാമാരിയായി പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച കൊറോണ വൈറസിനെ ഭീതിയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അതിജീവനത്തിന്റെ കഥകൾ ഏറെ ആത്മവിശ്വാസം പകരുകയാണ്. ഇറ്റലിയിൽ അനവധി പേരുടെ ജീവനാണ് കൊറോണ എന്ന മഹാമാരി കവർന്നെടുത്തത്. നേതാക്കൾ പോലും നിസ്സഹായരായി നിൽക്കുമ്പോഴാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായമേറിയ ഇറ്റലിയുടെ ഇറ്റാലിയ എന്ന മുത്തശ്ശി കൊറോണയെ അതിജീവിച്ചതായി വാർത്തകൾ പുറത്തേക്ക് വന്നത്. എന്നാൽ ഓർക്കണം, ഇപ്പോൾ ഇറ്റലി അതിജീവനത്തിന്റെ പാതയിലാണ്. പറഞ്ഞു തീരുന്നില്ല. വികസ്വര രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ പോലും ഏറ്റവും പ്രായമേറിയ ദമ്പതികൾ കൊറോണയെ അതിജീവിച്ചു, അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇപ്പോഴിതാ മറ്റൊരു ശുഭവാർത്ത, അതും പ്രവാസ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. പ്രവാസികൾക്ക് പ്രതീക്ഷയുടെ പൊൻകിരണം പകർന്ന് ജനിച്ച് 4-ാം ദിവസം കോവിഡ് ബാധിച്ച നവജാത ശിശു രോഗമുക്തി നേടി ആശുപത്രി വിടുകയുണ്ടായി. റിയാദിലെ ദവാദിമിലാണ് സംഭവം നടന്നത്. കോവിഡിനെ അതിജീവിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഖാലിദ് എന്നും സൗദി നൽകി വരുന്ന മികച്ച പരിചരണമാണ് രോഗത്തെ അതിജീവിക്കാൻ കരുത്തായതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതിജീവനത്തിന് പ്രതീകമായ ഖാലിദിന് ആശുപത്രി ജീവനക്കാരും മറ്റും ചേർന്ന് ഔദ്യോഗികമായി യാത്രയയപ്പും നൽകി. എന്നാൽ ഓർക്കുക, സൗദിയിൽ ഒത്തിരിയേറെ പേർക്ക് ദിനം പ്രതി രോഗം സ്ഥിരീകരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് മരണം സംഭവിച്ചതായുള്ള വാർത്തകളും കുറവൊന്നുമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ശുഭവാർത്ത ഏറെ പ്രതീക്ഷയായി മാറിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 61 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കൊറോണ വൈറസ് രോഗികളുടെ എണ്ണം 2463 ഉയർന്നിരിക്കുകയാണ്. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ മുൻനിർത്തി നോക്കുമ്പോൾ സൗദിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൊറോണ ബാധിതർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 1941 കേസുകളാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരിൽ നിന്നും 488 പേർക്ക് രോഗം സുഖപ്പെടുകയും 34 പേരുടെ മരണം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കിടയിൽ 2 പ്രവാസി മലയാളികളാണ് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ മരണപ്പെട്ടത്. കോവിഡ്-19 ബാധിച്ച് പാനൂർ സ്വദേശിയായ യുവാവ് സൗദി അറേബ്യയിലെ മദീനയിൽ വെച്ച് മരിക്കുകയുണ്ടായി. പാനൂർ നഗരസഭയിൽ മീത്തലെ പൂക്കോം ഇരഞ്ഞിക്കുളങ്ങര LP സ്കൂളിന് സമീപം തെക്കേക്കുണ്ടിൽ സാറസിൽ മമ്മുവിന്റെയും ഫൗസിയയുടെയും മകൻ ഷബ്നാസ് ആണ് മരിച്ചതായുള്ള വാർത്തകൾ സൗദിയിൽ നിന്നും ആദ്യം പുറത്തേക്ക് വന്നത്. ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പനി ബാധിച്ച് 4 ദിവസമായി സൗദി ജർമ്മൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയും മരിക്കുകയുണ്ടായി. തിരൂരങ്ങാടി ചെമ്മാട് നടമ്മൽ പുതിയകത്ത് സഫ്വാനാണ് ശനിയാഴ്ച മരിച്ചത്. ശനിയാഴ്ച രാത്രി 9:30 മരിച്ചതായുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറെ പ്രവാസികൾക്കും കൊറോണ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇത് പകർത്തുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.